ബിജെപിയും RSSും അതുപോലെ തന്നെ CPM-ഉം തമ്മിൽ കണ്ണൂരിൽ പലതരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നീട് ഒരു ചർച്ച നടന്നു. കഴിഞ്ഞ ഏപ്രിലിലും ഒരു RSS പ്രവർത്തകൻ അവിടെ ബോംബ് നിർമ്മാണത്തിനിടെ പരിക്കേറ്റിരുന്നു, ഒരു വിഷ്ണു എന്ന് പറഞ്ഞ. ഇപ്പോൾ ഈ RSSും BJP ഇത് പൂർണ്ണമായി ബോംബ് നിർമ്മാണമൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണോ? ഇതിൽ നമുക്കറിയാം കണ്ണൂരിലെ സംഘർഷം ഇപ്പോൾ സമാധാന അന്തരീക്ഷത്തിലേക്ക് വന്ന ഒരു കാലഘട്ടത്തിലേക്കാണ്. ഇവിടെ ചന്ദ്രശേഖരൻ കേസ് വീണ്ടും ശിക്ഷിക്കപ്പെട്ടപ്പോഴാണ് CPM ക്രിമിനലുകൾ വലിയ തോതിൽ പ്രകോപിതരായിട്ടുള്ളത്. കൊട്ടേഷൻ സംഘത്തിൽ തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളും അതിനകത്ത് വിഭാഗീയതയൊക്കെ ഉണ്ട്. അത്തരം വിവരങ്ങളെല്ലാം അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചന്ദ്രശേഖരൻ കേസിലെ കൊടിസുനി കിർമാണി മനോജ് ഉൾപ്പെടെയുള്ള പ്രതികളെല്ലാം അവർ 10 വർഷം ജയിലിൽ കിടന്നെങ്കിൽ 7 വർഷം പരോളിൽ പുറത്തിറങ്ങിയിരുന്നു. അതിന് ഒത്താശ ചെയ്ത ആളുകളാണ് ഈ ജയരാജന്മാരും പിണറായിയും ഒക്കെ. അപ്പോൾ അതൊക്കെയാണ് ഈ ക്രിമിനൽ സംഘത്തെ അവരെ പരോളിൽ കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. അതിന് നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ, പഴയ CPM നേതാവായിരുന്നു, MLA ആയിരുന്നു, എല്ലാ ഒത്താശ ചെയ്ത് കൊടുത്തത്. ഇവരുടെ ഈ മനോഭാവമാണ് അവസാനിപ്പിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് ഈ ഭീകരത അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ RSS പക്ഷത്തു നിന്നുള്ള ഇനി ഇത്തരം പ്രകോപനങ്ങളും ഇത്തരം ബോംബ് നിർമ്മാണമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണോ? നമുക്കറിയാം കണ്ണൂർ രാഷ്ട്രീയത്തിലെ ഈ ബോംബ് രാഷ്ട്രീയം കേരളത്തെ പഠിപ്പിച്ചത് CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസ്സുമാണ്. കെ സുധാകരൻ DCC നേതാവായിരിക്കുമ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്, ഞങ്ങൾ 3 തരം ബോംബ് ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് പേടിപ്പിക്കുന്നത്, മറ്റൊന്ന് പുകയുണ്ടാക്കുന്നത്, ആളെ കൊല്ലുന്നത് എന്നൊക്കെ കെ സുധാകരൻ ദേശീയ മാധ്യമങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് നടത്തിയ നാടാണ് കണ്ണൂർ. അതുകൊണ്ട് ഈ ബോംബ് രാഷ്ട്രീയം അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.